അഷ്ടാംഗ യോഗ ഗുരുകുലത്തിലെ ഏറ്റവും സമർത്ഥനായ യോഗിയായിരുന്നു ആദിത്യൻ. യോഗസൂത്രങ്ങളിലെ ഓരോ വരികളും മനഃപ്പാടമായിരുന്നുവെങ്കിലും അവൻ്റെ കുണ്ടലിനി ഊർജങ്ങൾ അനാഹത കടന്ന് മുകളിലേക്ക് പോകാറില്ല. ഇതിനാൽ താനൊരു നല്ല വിദ്യാർത്ഥിയല്ല എന്ന് വിഷമിച്ചിരുന്നപ്പോൾ അവൻ്റെ ഗുരു വിചിത്രമായൊരു ഉപദേശം നൽകി. ബ്രഹ്മനെയും വിഷ്ണുവിനെയും നീ ഭേദിച്ചു, പക്ഷേ രുദ്രൻ ഇപ്പോഴും ഉണരാതെ നിൽക്കുകയാണ്. ഇതാണ് നീ തേടുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും. ഗുരുവിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന യോഗരഹസ്യം എന്താണെന്നറിയണോ? എങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. നിത്യമായ ജപം കുണ്ടലിനി ഉണർവിന് കാരണമാകും. ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും. അപൂർവമായ ശക്തികൾ നൽകും. ഇതാണ് ജപത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മിക്ക ആളുകളും പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ഇവയെല്ലാം നേടാനുള്ള മന്ത്രങ്ങളും അഭ്യാസങ്ങളും വിശദീകരിക്കാൻ പറഞ്ഞാൽ ആർക്കും വ്യക്തമായ ഉത്തരമില്ല. കാരണം മേൽപ്പറഞ്ഞ ഗുണങ്ങൾ വെറുമൊരു ജപം കൊണ്ട് മാത്രം സാധ്യമാകുന്നവയല്ല. അതിനുവേണ്ടി ശരീരത്തിലെ 3 വാതിലുകൾ നിങ്ങൾ തുറന്നിരിക്കണം. ഉദാഹരണത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വോൾട്ട് ബി. നാഗബന്ധത്താൽ പൂട്ടിയ ഈ നിലവറ തുറക്കാൻ ഗരുഡമന്ത്രമോ സവിശേഷമായ നാദങ്ങളോ ഉപയോഗിക്കണമെന്നാണ് വിശ്വാസം. അതായത് ഒരു പ്രത്യേക നാദങ്ങളുടെ വൈബ്രേഷനാണ് ഈ നിലവറയുടെ താക്കോൽ. ഇതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ നാദങ്ങൾ കൊണ്ട് മാത്രം തുറക്കാൻ സാധിക്കുന്ന വളരെ നിഗൂഢമായ 3 വോൾട്ടുകളാണ് ബ്രഹ്മ, വിഷ്ണു ആൻഡ് രുദ്രഗ്രന്ഥി. ഇവ തുറക്കാൻ സഹായിക്കുന്ന നാദങ്ങൾ 2 മന്ത്രങ്ങളിലും ഒരു അഭ്യാസത്തിലും ഒളിഞ്ഞിരിക്കുന്നു. ഇവ കൃത്യമായി പ്രയോഗിച്ചാൽ നിങ്ങളുടെ 3 വോൾട്ടുകളും സുരക്ഷിതമായി തുറന്നിരിക്കും. ഇതെങ്ങനെ ശരിയായ രീതിയിൽ സാധ്യമാക്കാം എന്നത് ഇനി വിശദമായി നോക്കാം. മൂലാധാര മുതൽ സ്വാധിഷ്ഠാന വരെ കുണ്ടലിനി ഊർജ്ജങ്ങൾ പ്രവഹിക്കാൻ തുറക്കേണ്ടത് ഇവ രണ്ടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മഗ്രന്ഥിയാണ്. അതിനുപയോഗിക്കേണ്ടത് ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രവുമാണ്. ഈ 2 ചക്രങ്ങൾ മനുഷ്യൻ്റെ സെക്ഷൽ ആൻഡ് ക്രിയേറ്റീവ് എനർജികളെ സ്വാധീനിക്കുന്നു. എന്നാൽ ഭൂരിഭാഗം മനുഷ്യർക്കും ഇവ ഒരേ സമയം ലഭിക്കാറില്ല. ചില വ്യക്തികൾക്ക് സെക്ഷൽ എനർജി കൂടുതലായിരിക്കും, മറ്റു ചിലർക്ക് അവരുടെ ക്രിയേറ്റീവ് എനർജിയാണ് കൂടുതലാവുക. ഒന്ന് മറ്റൊന്നിനേക്കാളും എപ്പോഴും കൂടിയോ കുറഞ്ഞോ നിലനിൽക്കും. ഇവ രണ്ടും ടോട്ടൽ ബാലൻസിൽ എത്തിയാൽ മാത്രമേ ചക്രങ്ങളുടെ ആരോഗ്യം ഉറപ്പിക്കാൻ സാധിക്കൂ. സ്വാഭാവികമായും മൂലാധാര ചക്രത്തിൻ്റെ ഈശ്വരൻ ഗണപതി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രമാണ് ബ്രഹ്മഗ്രന്ഥി തുറക്കാൻ സഹായിക്കുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയം 8 പ്രാവശ്യം മുൻപ് പറഞ്ഞ ഗണപതി മന്ത്രം ചൊല്ലുക. ധ്യാനം പരിശീലിക്കുന്നവരാണെങ്കിൽ 21 പ്രാവശ്യം ചെയ്യുക. ഇവ നിഷ്ഠയോടെ അഭ്യസിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെക്ഷൽ ആൻഡ് ക്രിയേറ്റീവ് എനർജികൾ ടോട്ടൽ ബാലൻസിൽ എത്തിച്ചേരുന്നതാണ്. ഇതിലൂടെ ബ്രഹ്മഗ്രന്ഥി തുറക്കുകയും ചെയ്യും. മണിപ്പൂരക ചക്രം മുതൽ അനാഹത വരെ സ്വാധീനിക്കുന്നത് ഇവ രണ്ടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുഗ്രന്ഥിയാണ്. ഈ വാതിൽ തുറക്കാൻ വിഷ്ണു മന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഈ 2 ചക്രങ്ങളും ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രാധാന്യമുള്ളവയാണ്. മണിപ്പൂരകം ലോകത്തിൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അനാഹത ആഴമേറിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിൽ മണിപ്പൂരകം ഇംബാലൻസ് ആയാൽ ബാഹ്യലോകത്തിൻ്റെ വെല്ലുവിളികൾ നിങ്ങളെ കീഴ്പ്പെടുത്തും. മറിച്ച് അനാഹത ഇംബാലൻസ് ആയാൽ വികാരങ്ങളുടെ കാഠിന്യത്തിൽപ്പെട്ട് ജീവിതം തന്നെ താളം തെറ്റും. ഇത് തടയാനാണ് വിഷ്ണു മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. സൃഷ്ടിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്ന പോലെ നിങ്ങളുടെ ഊർജങ്ങളെ സന്തുലിതമാക്കാനും മണിപ്പൂരക അനാഹത ചക്രങ്ങളെ ഹീൽ ചെയ്യാനും വിഷ്ണു മന്ത്രങ്ങൾക്ക് സാധിക്കും. ഇതിനായി നാരായണൻ്റെ ഏതെങ്കിലും നാമമന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് സന്ധ്യാസമയത്ത് ജപിക്കേണ്ടതാണ്. ഗണപതി മന്ത്രത്താൽ എങ്ങനെ ബ്രഹ്മഗ്രന്ഥി തുറന്നുവോ അതേപോലെ വിഷ്ണു മന്ത്രത്താൽ നിങ്ങളുടെ വിഷ്ണുഗ്രന്ഥിയും സുരക്ഷിതമായി തുറക്കപ്പെടും. 3ാമത്തെ വാതിൽ നിൽക്കുന്നത് വിശുദ്ധി ചക്രത്തിനും ആജ്ഞാചക്രത്തിനും ഇടയിലാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് രുദ്രഗ്രന്ഥി. സത്യത്തിൽ ഈയൊരു വാതിൽ തുറക്കാനാണ് ലോകത്തിലെ എല്ലാ സാധകരും ജന്മങ്ങളോളം പരിശ്രമിക്കുന്നത്. ഭൗതിക ശരീരത്തിൻ്റെ വലയങ്ങൾ ഭേദിച്ച് പരബ്രഹ്മത്തിലേക്ക് നിങ്ങളുടെ പ്രാണൻ ലയിപ്പിക്കാനുള്ള ഏക സഞ്ചാരപാതയായി രുദ്രഗ്രന്ഥിയെ കാണാൻ സാധിക്കും. മറ്റ് 2 ഗ്രന്ഥികളെ മന്ത്രങ്ങളുടെ സഹായത്താൽ ആക്ടിവേറ്റ് ചെയ്യാമെങ്കിലും രുദ്രഗ്രന്ഥി അങ്ങനെ തുറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതിനായി നിങ്ങൾ യോഗപാതയിൽ സ്വയം സമർപ്പിക്കണം. ഗണപതി വിഷ്ണു മന്ത്രങ്ങൾക്കൊപ്പം ശിവമന്ത്രങ്ങളും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുള്ള യോഗ പരിശീലനവും യമ നിയമങ്ങളും അഭ്യസിക്കണം. ഇതിനു പുറമെ കാലങ്ങളായി നിങ്ങളിൽ അലിഞ്ഞു ചേർന്ന കർമ്മബന്ധനങ്ങളും ഓരോന്നായി അഴിഞ്ഞു വീഴണം. ഈ സന്ദർഭത്തിലാണ് രുദ്രഗ്രന്ഥിയെ ഭേദിച്ച് പ്രാണൻ ഉയർന്ന ചക്രങ്ങളിൽ പ്രവേശിക്കുന്നത്.
ഇതിനെയാണ് എൻലൈറ്റൻമെൻ്റ് എന്ന് ആധുനിക ലോകവും മഹാസമാധി എന്ന് യോഗികളും വിശേഷിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ആത്മീയതയിൽ പ്രവേശിക്കുമ്പോൾ കേവലം വിശ്വാസവും ഭക്തിയും മാത്രം അവൻ്റെ പാതയെ മുന്നോട്ട് നയിക്കുകയില്ല. ആ പാതയിൽ ധാരാളം തടസ്സങ്ങൾ വരും. പല സന്ദർഭങ്ങളിലും ആത്മീയവും ഭൗതികവുമായ വെല്ലുവിളികൾ വരും. ഇവയെല്ലാം വിജയകരമായി നേരിടണമെങ്കിൽ വിശ്വാസത്തിനപ്പുറം ശരിയായ മാർഗനിർദ്ദേശങ്ങൾ വേണം. ഇത് പൂർണ്ണമായും നൽകുന്ന പ്രപഞ്ചത്തിലെ ഏക പാതയാണ് യോഗ. മറ്റെല്ലാം അലങ്കാരങ്ങൾ മാത്രമാണ്.